ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധമൊക്കെ പരസ്യമായ രഹസ്യമാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടാൻ അല്ലെങ്കിൽ ഘടകകക്ഷിയാക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ ഘടകകക്ഷിയാക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ ഭൂരിപക്ഷ സമുദായം കോൺഗ്രസിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള അവിഹിത ബന്ധം തുടരാൻ പുതിയ ഒരു അടവ് നയം പുറത്തെടുത്തിരിക്കുന്നു കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് BD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഇതേക്കുറിച്ച് വിശദമായ ചർച്ച നടത്തി എന്നാണ് റിപ്പോർട്ട്. വെൽഫെയർ പാർട്ടി നേതാക്കളുമായും അവർ ചർച്ച നടത്തി കഴിഞ്ഞു. അതനുസരിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും പിന്തുണയ്ക്കും UDFനെ. അതിന് ഒരു നിബന്ധനയുണ്ട്. ഒരു പൊതു സ്വതന്ത്രനെ, അതായത് വെൽഫെയർ പാർട്ടിക്കാരനായ ഒരു പൊതു സ്വതന്ത്രനെ UDFന്റെ സുരക്ഷിതമായ മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിക്കുക. മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ മണ്ഡലത്തിൽ പൊതു സ്വതന്ത്രനെ നിർത്തി വിജയിപ്പിക്കുക. ഇതാണ് ഒരു നിബന്ധന, വെൽഫെയർ പാർട്ടി വെച്ചിരിക്കുന്ന ഒരു നിബന്ധന. രണ്ടാമത്തെ നിബന്ധന, ഒരു വെൽഫെയർ പാർട്ടിക്കാരനെ കോൺഗ്രസ് ചിഹ്നത്തിലോ മുസ്ലിം ലീഗ് ചിഹ്നത്തിലോ നിർത്തി വിജയിപ്പിക്കുക. ഒന്ന്, പൊതു സ്വതന്ത്രനെ നിർത്തി വിജയിപ്പിക്കുക. രണ്ട്, ഒരു വെൽഫെയർ പാർട്ടിക്കാരനെ കോൺഗ്രസ് ചിഹ്നത്തിലോ മുസ്ലിം ലീഗ് ചിഹ്നത്തിലോ നിർത്തി വിജയിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ 2 അംഗങ്ങൾ വെൽഫെയർ പാർട്ടിക്ക് നിയമസഭയിൽ ഉണ്ടാകും. ഇതാണ് വെൽഫെയർ പാർട്ടി വെച്ചിരിക്കുന്ന നിബന്ധന. ഈ അടവ് നയം സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പൂർണ്ണ പിന്തുണ UDFന് ലഭിക്കും. പ്രത്യേകിച്ചും വടക്കൻ മലബാറിൽ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ശക്തമാണ്. അവർക്ക് ശക്തമായ മാധ്യമവുമുണ്ട്. ദിനപത്രവും മീഡിയ ഓൺ ചാനലുമൊക്കെ അവരുടെ സ്വന്തമാണ്. അതുകൊണ്ട് ചാനലിലൂടെയും നല്ലൊരു പ്രചരണം UDFന് അനുകൂലമായി നടത്താൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയും. CPM നിരന്തരമായി ആരോപിച്ചുകൊണ്ടിരിക്കുന്ന അവിഹിത ബാന്ധവമാണ് ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും തമ്മിലുള്ളത്. കോൺഗ്രസ് അതങ്ങനെ പൂർണ്ണമായി സമ്മതിക്കുന്നില്ല. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ പരസ്യം രഹസ്യമായി. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇതോടുകൂടി ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ശക്തി ബോധ്യമായി. അവർ വളരെ സൈലന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ വെൽഫെയർ പാർട്ടിയൊക്കെ വളരെ സൈലന്റായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ അവർക്ക് അണികളുണ്ട്, അടിയുറച്ച അണികളുണ്ട്. ആ അണികൾ, അതാണ് UDFന് വേണ്ടത്. 2026 തെരഞ്ഞെടുപ്പ് വിജയിക്കണമെങ്കിൽ ഇത്തരം ചില അടവ് നയങ്ങൾ വേണമെന്ന് സതീശനും സണ്ണി ജോസഫിനും അറിയാം. ആ അടവ് നയമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും 2 സംഭവമാണ്. ഒന്ന്, ഒരു പൊതു സ്വതന്ത്രനെ, വെൽഫെയർ പാർട്ടിയുടെ ഒരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുക UDF ടിക്കറ്റിൽ. രണ്ടാമത്തെ നിബന്ധന, അത് വളരെ ശ്രദ്ധേയമായ നിബന്ധനയാണ്, ഒരു വെൽഫെയർ പാർട്ടിക്കാരനെ UDF ചിഹ്നത്തിൽ, UDF ഘടകകക്ഷികളുടെ UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെയോ ചിഹ്നത്തിൽ മത്സരിപ്പിക്കുക. ഇങ്ങനെ ഒരു അടവ് നയമാണ് ഇപ്പോൾ കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് എടുത്തിരിക്കുന്നത്. എന്തായാലും സകല തന്ത്രവും പയറ്റുകയാണ് BD സതീശനും സണ്ണി ജോസഫും. ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി അടവ് നയം സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുക. അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ അടവ് നയത്തിൻ്റെ ശക്തി പ്രാവർത്തികമാക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോട് പഴയ വൈരാഗ്യമൊന്നുമില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തി അവരും തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മുസ്ലിം ലീഗിനും വലിയ വൈരാഗ്യമൊന്നുമില്ല. അതേസമയം LDF ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും വളരെ ശക്തമായി എതിർക്കുന്ന പ്രസ്ഥാനമാണ്. ഈ സാഹചര്യത്തിൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുടെ വോട്ട് പരോക്ഷമായി വെൽഫെയർ പാർട്ടിയെ UDFിലെടുത്താൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുടെ വോട്ട് LDFന് പോവുകയും ഭരണം പിടിക്കുക എന്നുള്ള സ്വപ്നം സ്വാഹയായി തീരുകയും ചെയ്യും. അതിന് പകരം വൃത്തികെട്ട അടവ് നയം സ്വീകരിച്ചിരിക്കുകയാണ് UDF, പ്രത്യേകിച്ചും കോൺഗ്രസ്.